ഹായ് ഹലോ അസ്സാം വലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുനലൂർ പോയിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മളാകെ 2 ദിവസം അവിടെ നിന്നിട്ടുള്ളായിരുന്നു. ഫസ്റ്റ് ഡേയിലുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇത് ഉത്രാടത്തിൻ്റെ അന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഉത്രാടത്തിൻ്റെ അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ 9 മണിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തിരുവോണത്തിൻ്റെ അന്ന് നബിദിനം വരുന്നല്ലേ, അപ്പം മക്കൾക്ക് പള്ളിയിൽ പോകാനായിട്ട് അന്ന് രാത്രി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഒരു 12 മണി തൊട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാവരും കൂടെ റെഡി ആയിട്ട് സഹോദരനെ അവിടെ കുറച്ച് വസ്തു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വസ്തു അപ്പം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, അങ്ങനെ അത് കാണാനായിട്ട് പോവേണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഏരിയ ആയിരുന്നു കേട്ടോ. ഒത്തിരി വീടുകൾ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ റബ്ബറിൻ്റെ അവിടെ കാണുന്ന ആ വീട് നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാവുന്ന ഒരാളുടെ വീടാണ്. നമ്മളുടെ മുത്തുമണീസില്ലേ, മുത്തുമണീസിന് ഇപ്പം കെട്ടിയിട്ടുള്ള ആ വീടാണ് ആ കാണുന്നത്. ആ ഏരിയയിലാണ് കേട്ടോ ഇവർക്കും വസ്തു വാങ്ങിച്ചിട്ടുള്ളത്. ഇവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീട് വയ്ക്കാൻ കഴിയട്ടില്ലേ. ആമയും മാഷാല്ലാ നല്ലൊരു വീട്, നല്ലൊരു ഏരിയ ആയിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഇവർക്ക് എടുത്തിട്ടുള്ള വസ്തു. എൻ്റെ ഫ്രണ്ടിലായിട്ടൊക്കെ പുതിയതായിട്ട് വീട് ഞാൻ പണി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വസ്തുവും കണ്ടതിന് ശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതിൽ 1:30 ലോക സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ പോയ സമയത്ത് അവിടെ സ്മാർട്ടിൽ കയറി മക്കൾക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എടുക്കുകയും ചെയ്തതാണ്. പക്ഷേ സിനിമ കാണാൻ തിയേറ്ററിൽ ചെന്നപ്പം ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്നുള്ള സാധനം അലോഡല്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഫിലിം കാണാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇത് സിനിമയെക്കുറിച്ച് ഒന്നും പറയാനില്ല കേട്ടോ. സൂപ്പർ സിനിമയായിരുന്നു. എല്ലാവരും ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണണം കേട്ടോ. എന്നാലേ അതിൻ്റെ അത്രയും ആ ഫീലിങ്സ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പൊള്ളി പടമായിരുന്നു ശരിക്കും. നമുക്ക് അന്ന് ഉത്രാടത്തിൻ്റെ രാത്രി ഇനി വീട്ടിൽ മടവൂർ വരുന്നത് കൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ഇട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അവിടെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മടവൂരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഞാനും മക്കളും പുനലൂർ ചെല്ലുന്ന സമയത്ത് സഹോദരൻ വർക്കിലായിരിക്കും. അവൻ വർക്കും കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് പോകാനും പറ്റത്തില്ല, പിള്ളേരെ പഠിത്തവും കാര്യങ്ങളുമായിട്ടും. അപ്പോൾ ഇതിപ്പോൾ രണ്ടും കൂടെ അന്നാണ് നമ്മൾ കണ്ടത്. നമ്മൾ തലേന്ന് പോയപ്പോഴത്തേക്ക് ആങ്ങളില്ലായിരുന്നു, അവൻ വർക്കിലായിരുന്നു. അന്ന് രാത്രിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉത്രാടത്തിൻ്റെ അന്ന് മൊത്തം കറക്കം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ റെയിൽവേ പാളമുണ്ട്, അത് കാണാനായിട്ട് ഞാനും മക്കളും കയറിയിട്ടുണ്ടായിരുന്നു. ഈ റെയിൽവേ പാളം വരുന്നത് അവരിപ്പം താമസിക്കുന്ന വീട്ടിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഞാനും മക്കളും മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ വീഡിയോയും ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ച് വീട്ടിൽ കയറിയതിന് ശേഷം നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പുനലൂർ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു, ഓണം ഫെസ്റ്റ്. അത് കാണാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി കുറേ സാധനങ്ങളൊക്കെ പൈസയൊക്കെ ആയിട്ട് പോയി. ആവശ്യക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ ഒത്തിരി സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാങ്ങളൊക്കെ ഇങ്ങനെ കാറിലിടാനായിട്ട് ഇങ്ങനെ സ്പ്രേ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിക്കേ, നമ്മളെ 90 കിഡ്സ് ആൾക്കാർക്ക് പരിചിതമായ നമ്മളെ നൊസ്റ്റാൾജി ഉണർത്തുന്ന കുറേ മുട്ടായികളുണ്ടായിരുന്നു. അതിൽ നമ്മൾ 2-3 ഐറ്റമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെക്ഷനിലോട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഞാനത് ഷോർട്സ് ഇട്ടിട്ടുണ്ട്, 1-2 ഷോർട്സും കൂടെ ഇടാനുണ്ട്, ഉടനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മളെ ഹിബായും ആദ്യകുട്ടനും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്ന് കേട്ടോ. ഹിബാണെങ്കിൽ പാമ്പിനെയൊക്കെ എടുത്ത് കഴുത്തിലൊക്കെ ചുറ്റിയൊക്കെ ഇങ്ങനെ നമുക്ക് ഒട്ടും പേടിയില്ല. മൂത്ത ആൾ നമ്മളെ റിയ കുട്ടി ഒക്കെ ഈ ഒരു ഐറ്റമൊക്കെ ഭയങ്കര പേടിയുള്ള ഒരു സംഭവമാണ് കേട്ടോ. പേടിച്ചാണ് കേട്ടോ ആ ഒരു കിളിയെ, എന്തോ അതിൻ്റെ പേര് കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെ വെച്ച് എടുത്തിട്ട് ഇച്ചിരിയേറെ നിന്ന് പേടിച്ചെങ്കിലും പിന്നെ അങ്ങനെ അതും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. നമുക്ക് തിരിച്ചിഞ്ഞ് വരെയും വേണമായിരുന്നല്ലേ മടവൂരും. ആ ഉത്രാടത്തിൻ്റെ അന്ന് ആ രാത്രിയിലത്തെ തിരക്കാണ് കേട്ടോ ഇത്. ഭയങ്കര തിരക്കായിരുന്നു. കച്ചവടക്കാരും വണ്ടിയൊക്കെ നല്ല ബ്ലോക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിഞ്ഞ് മടവൂരോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴും നബിദിനത്തിൻ്റെ തിരക്കും ലൈറ്റും ബഹളവും ഉത്രാടത്തിൻ്റെ ബഹളമൊക്കെ ആയിട്ട് അത് കണ്ടുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചടയമംഗലം എത്തിയപ്പോഴത്തേക്ക് സഹോദരൻ ഫുഡ് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാർ എത്തിയപ്പോൾ ഞാൻ ഒരു കുപ്പി പച്ചവെള്ളമായിട്ട് ഇനി ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ കാറിൻ്റെ വെളിയിൽ. തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. നല്ല ക്ഷീണമായിരുന്നു, നല്ല ഛർദിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും പറയണ്ട. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. 9:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മടവൂർ എത്തിയപ്പോഴും. പിന്നെ എല്ലാവരും നല്ല ക്ഷീണത്തിലൊക്കെ ഇരുന്ന് അന്ന് ഫുഡും കഴിച്ചപ്പോഴേ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായത് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം.